എല്ലാവർക്കും നമസ്കാരം. അപ്പം എന്റെ വായനയെ കുറിച്ചുള്ള കുറെ അധികം ധാരണകളെ തിരുത്തി എഴുതിയ ഒരു നോവലിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അഖിൽ പി ധർമ്മജന്റെ രാം കെയർ ഓഫ് ആനന്ദി എന്ന ബുക്ക്. അപ്പൊ ഇന്നലെ രാത്രിയിലാണ് എനിക്ക് ഈ ബുക്ക് കിട്ടുന്നത്. ഞാൻ ഈ ബുക്ക് വായിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇന്നൊരു സന്ധ്യ ആയപ്പോഴത്തേനും ഇതിന്റെ 320 പേര് ഞാൻ വായിച്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. അഖിൽ പി ധർമ്മജന്റെയാണ് ഈ ബുക്ക്. കാരണം ഞാൻ കവിതകൾ മാത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം വലിയ വലിയ സാധനങ്ങളൊന്നും വായിക്കാനുള്ള ഒരു പേഷ്യൻസ് ഇല്ലായ്മ കൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ഇത് വായിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് എവിടെ ഒരു ലാഗ് അടിച്ചിട്ടില്ല. ഞാനത് തീർന്നിടം വരെ ഈ നോവലിന്റെ ഒരു മെയിൻ കഥാപാത്രങ്ങള് റാം, ആനന്ദി, പാട്ടി, വെട്രി, രേഷ്മ ഇവരോടൊക്കെ ഒപ്പം തന്നെ ആയിരുന്നു. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സായ റാം, ആനന്ദിയെക്കാളും എന്നെ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് ഒരു കണക്ഷൻ തോന്നിയത് ഇതില് മല്ലി എന്ന ക്യാരക്ടറാണ്. ചെന്നൈ നഗരത്തിന്റെ ഓരോ സ്ഥലങ്ങളും അവിടുത്തെ ഒരു വൈബും എല്ലാം വല്ലാണ്ട് ആവാഹിച്ചെടുത്തിട്ടുണ്ട് ഈ നോവലില്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് എഴുതിയ ആളുടെ കഥ പറയാനുള്ള ഒരു മികവിനെ കുറിച്ച് ഞാൻ എടുത്തു പറയാണ്. ഈ സാഹചര്യത്തില് ഞാൻ ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതി പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നിരിക്കുകയാണ് ഈ ബുക്ക് വായിച്ചതോടുകൂടി. എനിക്ക് എന്തെല്ലാമോ എഴുതാൻ തോന്നുകയാണ്. സോ ഒത്തിരി നന്ദി ഞാൻ ഈ അവസരത്തിൽ അഖിൽ പി ധർമ്മജനോട് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ വായന റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അല്ലാതെ ഒരു വായനാശീലം വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബുക്ക് തന്നെയാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഷയോ സാഹിത്യമോ അങ്ങനെ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് വായനയെ പ്രണയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. കൂടുതലൊന്നും പറഞ്ഞാൽ അതിന്റെ ഒരു സസ്പെൻസും കാര്യങ്ങളും ഇതിലെ ഒരു എലമെന്റ് പോലും ഞാൻ അത് മാറ്റുന്നില്ല. അപ്പം ഈ ഒരു ബുക്ക് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാണ്. നിങ്ങളും വായിക്കുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ബൈ.